മലയാളി ചേട്ടൻ്റെ കടയിൽ നിന്നും നല്ല ചൂടുള്ള ദോശയും വടയും കഴിച്ചിട്ടാവാം ഇന്നത്തെ യാത്ര. ബസ് കാത്ത് അങ്ങനെ ടൗണിൽ നിൽക്കുകയാണ്. ടൗൺ സജീവമായി വരുന്നതേ ഉള്ളൂ രാവിലെ. അല്പസമയത്തിന് ശേഷം എനിക്ക് പോകാനുള്ള ബാംഗ്ലൂർ ബസ് വന്നു. ബസ്സിൻ്റെ മുമ്പിൽ തന്നെ സ്ഥാനം പിടിച്ചു. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കർണാടക സർക്കാരിൻ്റെ KSRTC ബസ്സിൽ ബാംഗ്ലൂർക്കുള്ള എൻ്റെ യാത്ര തുടങ്ങുകയാണ്. കൃഷി സ്ഥലത്തിന് നടുവിലൂടെ പണിത ഹൈവേയിലൂടെയാണ് ഇപ്പോൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിൻ്റെ ഇരുവശത്തും കൃഷി ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ബസ്സിൻ്റെ മുൻ സീറ്റിൽ ഇരുന്നു കൊണ്ട് മനോഹരങ്ങളായ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് എൻ്റെ യാത്ര തുടരുകയാണ്. ഡ്രൈവർ ബസ് വളരെ ആസ്വദിച്ചാണ് ഓടിക്കുന്നത്. ഇതാണ് ബസ്സിനുള്ളിലെ ഇപ്പോഴത്തെ അവസ്ഥ. അവധി ദിനങ്ങളായതുകൊണ്ടാവാം ബസ്സിനുള്ളിൽ തിരക്ക് വളരെ കുറവാണ്. ഏതൊരു ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വാഹനങ്ങളുടെ മത്സര ഓട്ടമാണ്. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഹൈവേയുടെ ഡിവൈഡിനുള്ളിൽ മനോഹരങ്ങളായ ചെടികളൊക്കെ നട്ട് വളരെ മനോഹരങ്ങളാക്കിയിരിക്കുന്നു. ഇപ്പോൾ മുൻസീറ്റിൽ യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചു. ഇത് ചിത്രീകരണത്തിന് ചെറിയൊരു തടസ്സമായി. എങ്കിലും യാത്ര ആസ്വദിച്ചുകൊണ്ട് പോകുന്നു. ഇവിടെ ഈ ഡിവൈഡറിനുള്ളിൽ നട്ടിരിക്കുന്നത് വ്യത്യസ്ത നിറത്തിൽപ്പെട്ട ബോഗൺവില്ലകളാണ്. ഇത് മനോഹരമായൊരു കാഴ്ചയാണ് നമുക്ക് നൽകുന്നത്. അതോടൊപ്പം റോഡിൻ്റെ സൈഡുകളിൽ കൃഷി ചെയ്തിരിക്കുന്നത് കാണാം. വേനൽക്കാലമായതുകൊണ്ടാണ് ഭൂപ്രദേശം അങ്ങനെ കിടക്കുന്നത്. അങ്ങ് ദൂരെ വലിയൊരു പർവ്വതം കാണാം. ആ പർവ്വതത്തിൻ്റെ സമീപത്തു കൂടിയാണ് റോഡ് പോകുന്നത്. കണ്ടിട്ട് ഈ പ്രദേശത്തുള്ള ഏക പർവ്വതമാണെന്ന് തോന്നുന്നു. ആ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഞാൻ യാത്ര തുടരുകയാണ്. ഇത് ബംഗളൂരുവിനെയും ഹൈദരാബാദിനെയും കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന നാഷണൽ ഹൈവേ ആണ്. ബസ് ഇപ്പോൾ ഒരു അണ്ടർപാസും കടന്ന് യാത്ര തുടരുന്നു. ഇതാണ് ബസ്സിനുള്ളിലെ ഇപ്പോഴത്തെ അവസ്ഥ. യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചു. അങ്ങനെ ബംഗളൂരു എന്ന മഹാനഗരത്തിലേക്ക് ബസ് എത്തിച്ചേർന്നു കൊണ്ടിരിക്കുകയാണ്. അത് അവിടെ നമുക്ക് കാണാം മനോഹരങ്ങളായ ബഹുനില മന്ദിരങ്ങൾ. അങ്ങനെ ടോൾ ഗേറ്റിൽ ടോൾ കൊടുത്തതിന് ശേഷം ബസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ബംഗളൂരു മെട്രോ റെയിലിൻ്റെ എക്സ്റ്റൻഷൻ വർക്ക് നടക്കുന്ന ഏരിയയിലാണ്. ഇത് ബംഗളൂരു എയർപോർട്ടിലേക്ക് ഉള്ള റെയിൽവേയുടെ എക്സ്റ്റൻഷൻ വർക്കാണ് നടക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് ബംഗളൂരു നഗരമധ്യത്തിൽ പണിതിട്ടുണ്ടായിരുന്ന പഴയ എയർപോർട്ടാണ്. ആ എയർപോർട്ടിൻ്റെ റൺവേയും ഒക്കെ നമുക്ക് കാണാം ഇവിടെ. ഇപ്പോൾ ഈ പഴയ എയർപോർട്ട് പ്രവർത്തനക്ഷമമാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം ബംഗളൂരു നഗരത്തിൽ പണിതിട്ടുള്ള മനോഹരങ്ങളായ ഡിസൈനുകളോട് കൂടി പണിതിട്ടുള്ള മനോഹരങ്ങളായ ബഹുനില മന്ദിരങ്ങൾ. ഇപ്പോൾ സമയം രാവിലെ 11 മണി. ബംഗളൂർ നഗരത്തിലെ ഒരു റോഡിലെ ട്രാഫിക് ജാമാണ് ഇപ്പോൾ കാണുന്നത്. ഇതുപോലെ എത്ര റോഡിൽ എന്തുമാത്രം ട്രാഫിക് ജാം ഉണ്ടായിരിക്കുമെന്ന്
ജസ്റ്റ് ഒന്ന് കണക്ക് കൂട്ടിയാൽ മതിയല്ലോ. ഉദ്യാന നഗരം എന്നറിയപ്പെടുന്ന ബംഗളൂരു പ്രകൃതി സംരക്ഷണത്തിന് വളരെയധികം പ്രാധാന്യമാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെയും കാണുന്നത് ബംഗളൂരു നഗരത്തിലെ ട്രാഫിക്കിൻ്റെ ഭീകരമായ അവസ്ഥയാണ്. ധാരാളം വാഹനങ്ങളാണ് ഇവിടെ ട്രാഫിക് ജാമിൽ പെട്ടുകിടക്കുന്നത്. ആ മുന്നിൽ പോകുന്നതും ഇപ്പോൾ ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതുമാണ് കർണാടക സർക്കാരിൻ്റെ KSRTC ബസ്സുകൾ. കേരള ഗവൺമെൻറ്റിൻ്റെ KSRTC ബസ്സുകളുമായി കർണാടക സർക്കാരിൻ്റെ KSRTC ബസ്സുകൾക്ക് ധാരാളം വ്യത്യാസങ്ങളുണ്ട്. അതാ ഇവിടെയും കാണാം വളരെ ദൂരത്തിലുള്ള ഗതാഗതക്കുരുക്ക്. അങ്ങനെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബസ് ട്രാഫിക് ജാമിൽ പെടാണ്ട് ഇപ്പോൾ വേറെ ഒരു വഴിയിലൂടെ കെമ്പഗൗഡ ബസ് സ്റ്റാൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കെമ്പഗൗഡ ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബസ് ഒട്ടും ട്രാഫിക് ജാം ഇല്ലാത്ത റോഡിലൂടെ ആണിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദൂരത്തെ യാത്രകൾക്ക് ശേഷം ഇപ്പോൾ കെമ്പഗൗഡ ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. നല്ല പൊരിവെയിലത്ത് കെമ്പഗൗഡ ബസ് സ്റ്റാൻഡിലൂടെ കെമ്പഗൗഡ ബസ് സ്റ്റാൻഡിൻ്റെ വെയിറ്റിംഗ് റൂമിലേക്ക് ഞാൻ നടന്നു പോവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.